ഇത്തിരി മീൻ വല്ലതും മേടിച്ചുകൊണ്ട് പോരാന്നും കണ്ടാ ചെന്നത്. പക്ഷെ അവിടെ കക്കയിറച്ചി ഇരിക്കുന്ന കണ്ടപ്പം എനിക്ക് കൊതി പിടിച്ചു. വെറും 1/2 കിലോയെ വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് വൃത്തിയാക്കി എടുക്കുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് സമയം മെനക്കെട്ടാലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഇത് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ചീത്ത വിളിക്കരുത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉപ്പും മഞ്ഞളും ചേർത്ത് ഏറെ വെള്ളം ഒഴിച്ചങ്ങോട്ട് വേവിക്കാൻ വെക്കുവേ. എന്നിട്ട് ഞാൻ ചുവന്നുള്ളിയാണ് എടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇത്തവണ ചേർത്തില്ല. കാരണം എൻ്റെ പല്ല് വയ്യാത്തത് കൊണ്ട്. ചിക്കനും ബീഫും ഒക്കെ വെച്ചാലും ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ടായിരുന്നേ. പക്ഷേ അതെല്ലാം ഞാൻ തന്നെ കഴിക്കണം. ഇവർ രണ്ടുപേരും അത് മാറ്റി വെച്ചേക്കും. ഇനി അങ്ങനെ എങ്ങാനും ഞാൻ മെനക്കെടുത്തണ്ടാന്ന് വിചാരിച്ച് ഇവർ അറഞ്ചം പുറഞ്ചം പ്രാഗിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒന്നിലും ഞാൻ തേങ്ങാക്കൊത്തിടത്തില്ല. പല്ലിൻ്റെ ആരോഗ്യമൊക്കെ പോയി. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഈ കക്കയിറച്ചി ആ വെള്ളത്തിനകത്ത് നല്ലപോലെ തിളച്ച് കിടക്കുന്നുണ്ടാവും. അത് കോരി ഇതിനകത്ത് ചേർക്കും. ചിലയിടത്ത് പക്ഷേ ഇതിങ്ങനെ വേവിക്കുന്ന വെള്ളത്തിൽ നമ്മളിങ്ങനെ വാർത്തെടുക്കാറില്ല. അതങ്ങനെ പറ്റിച്ചങ്ങെടുക്കും. ഇവിടെ എനിക്കെന്തോ അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇതാണ്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഇളക്കി റെഡിയാക്കി. കുരുമുളക് പൊടി ചേർക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തേടെ നമുക്ക് അമ്മ തന്ന അവിയലും മോരുകറി നമ്മുടെ കക്കയിറച്ചിയായിരുന്നു. പിന്നെ ചിലർക്ക് ഇത് കഴിക്കാൻ അത്ര ഇഷ്ടം പോരായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്.